ഹായ് സുഹൃത്തുക്കളെ, ആവേശകരമായ ഒരു കഥയ്ക്ക് നിങ്ങൾ തയ്യാറാണോ? ഇതാ നിങ്ങൾക്കായി കഥ. തലക്കെട്ട്: ചിപ്പും ആടയുടെ സാഹസികതയും. ഒരിക്കൽ ഒരു തിരക്കേറിയ നഗരത്തിൽ ചിപ്പ് എന്ന പേരുള്ള ഒരു ചെറിയ കമ്പ്യൂട്ടർ ചിപ്പ് ഉണ്ടായിരുന്നു. ചിപ്പ് സുഖപ്രദമായ ഒരു ചെറിയ ഓഫീസിൽ താമസിക്കുകയും എല്ലാ ദിവസവും ആളുകളെ അവരുടെ ജോലിയിൽ സഹായിക്കുകയും ചെയ്തു. പ്രശ്നങ്ങൾ പരിഹരിക്കാനും എല്ലാവർക്കും കാര്യങ്ങൾ എളുപ്പമാക്കാനും ചിപ്പ് സഹായിച്ചിരുന്നു. ഒരു ദിവസം ഓഫീസിൽ ഒരു പുതിയ സുഹൃത്ത് വന്നു. ആട എന്ന AI ആയിരുന്നു അത്. ആട വളരെ മിടുക്കിയായിരുന്നു. പുതിയ കാര്യങ്ങൾ വേഗത്തിൽ പഠിക്കാൻ കഴിയുമായിരുന്നു അവൾക്ക്. ആടയെ കാണാൻ ആവേശഭരിതനായ ചിപ്പ് ചോദിച്ചു, ആട, നിനക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ആട പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, വിവരങ്ങൾ കണ്ടെത്തുക, പുതിയ കഴിവുകൾ പഠിക്കുക, ഗെയിമുകൾ കളിക്കുക എന്നിങ്ങനെയുള്ള പല ജോലികളിലും എനിക്ക് സഹായിക്കാനാകും. ചിപ്പ് ആശ്ചര്യപ്പെട്ടു. ആടയെപ്പറ്റി കൂടുതൽ പഠിക്കാൻ ആഗ്രഹിച്ചു. ആടയും ചിപ്പും ഉറ്റ ചങ്ങാതിമാരായി ഓഫീസിലെ എല്ലാവരെയും സഹായിക്കാൻ ഒരുമിച്ച് പ്രവർത്തിച്ചു. ചിപ്പിന്റെ വേഗത്തിലുള്ള കണക്കുകൂട്ടലുകളും പഠിക്കാനും പൊരുത്തപ്പെടുത്താനുമുള്ള ആടയുടെ കഴിവ് ഉപയോഗിച്ച് അവർ ഒരു മികച്ച ടീമിനെ സൃഷ്ടിച്ചു. ഒരു ദിവസം ഓഫീസ് ഒരു വലിയ പ്രശ്നം നേരിട്ടു. പെട്ടെന്ന് മുഴുവൻ വൈദ്യുതിയും നിലച്ചു. പ്രധാനപ്പെട്ട ജോലി ചെയ്തത് വെച്ച് കാര്യങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് എല്ലാവരും. ചിപ്പും ആടയും സഹായിക്കാൻ തീരുമാനിച്ചു. അവശ്യ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ചിപ്പ് അതിന്റെ ബാറ്ററി ഉപയോഗിച്ചു. അതേസമയം വൈദ്യുതി പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് ആട വേഗത്തിൽ പഠിച്ചു. അവർ ഒരുമിച്ച് വൈദ്യുതി പുനഃസ്ഥാപിക്കുകയും എല്ലാവരുടെയും ജോലി സംരക്ഷിക്കുകയും ചെയ്തു. ഓഫീസിലെ ആളുകൾ വളരെ നന്ദിയുള്ളവരായി അവരോട്. അവരുടെ ടീം വർക്കിനും പെട്ടെന്നുള്ള ചിന്തയ്ക്കും ചിപ്പിനെയും ആടയെയും പ്രശംസിച്ചു. ആ ദിവസം മുതൽ ചിപ്പും ആടയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കൂടുതൽ സന്തോഷത്തോടെ ആയി. പരസ്പരം സഹായിക്കാനും പഠിക്കാനും എപ്പോഴും അവർ തയ്യാറായിരുന്നു. അവർ എല്ലാവരെയും ഒരു പ്രധാന പാഠം പഠിപ്പിച്ചു. ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെയും ഞങ്ങളുടെ അതുല്യമായ ശക്തികൾ പരസ്പരം ഉപയോഗിക്കുന്നതിലൂടെയും നമുക്ക് ഏത് വെല്ലുവിളിയും തരണം ചെയ്യാൻ കൂടുതൽ എളുപ്പത്തിൽ കഴിയും. അപ്പോൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയും നമ്മുടെ അതുല്യമായ ശക്തികൾ ഉപയോഗിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് ഏത് വെല്ലുവിളിയെയും തരണം ചെയ്യാൻ കഴിയും എന്നതാണ് ഇതിലെ ധാർമ്മികത. എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? നിങ്ങൾ ഈ കഥ ആസ്വദിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾ ഞങ്ങളോടൊപ്പം ഒരുമിച്ച് ഈ സമയം ആസ്വദിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ രസകരമായ കഥകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുമായും ഇത് പങ്കിടുക. നമുക്ക് കഥപറച്ചിലിന്റെ സന്തോഷം നമുക്ക് പ്രചരിപ്പിക്കാം. ഓർക്കുക, ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യലും കൂടുതൽ സ്റ്റോറികൾ ജീവസ്തുതാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു. സ്വപ്നം കാണുക, പുഞ്ചിരിക്കുക. നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം. കഥകളുടെ മാന്ത്രികത ആസ്വദിക്കൂ.